ഗുഡ് ഈവനിംഗ് സന്ദീപ് രാജാക്കാട്. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടാണ്. കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്യുന്നു, വീടുകൾ മണ്ണിടിഞ്ഞ് വീഴുന്നു, അങ്ങനെ കുറെ കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ്, മഴയത്താണോ നിൽപ്പ്? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ഇന്നും മഴയ്ക്ക് നേരിയ കുറവുണ്ട് എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇടവിട്ട ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റിനും ഒട്ടും കുറവില്ലാത്ത സാഹചര്യമാണ് ഇടുക്കി ജില്ലയിലുള്ളത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പം അടിമാലി കല്ലാറുകുട്ടി റൂട്ടിന് സമീപം മണ്ണും അതുപോലെ തന്നെ മരവും ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് ഫയർഫോഴ്സ് എത്തി മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതാണ്ട് 25ഓളം വീടുകൾക്കാണ് നാശനഷ്ടം ഇടുക്കി ജില്ലയിൽ ഈ 2 ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. 23 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും നശിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. കൃഷിനാശവും വ്യാപകമായി മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടവിട്ട് മഴ ശക്തമായി പെയ്യുന്നത് കൊണ്ട് തന്നെ തോടുകളിലും പുഴകളിലും നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുകിട അണക്കെട്ടുകളിൽ ജലനിരപ്പ് നേരിയ തോതിലെങ്കിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കുണ്ടള അണക്കെട്ടിൽ 80%, അതുപോലെ തന്നെ പൊന്മുടി അണക്കെട്ടിൽ 60% അടക്കം വെള്ളം ഉയർന്നിട്ടുണ്ട്. 3 അണക്കെട്ടുകൾ ഇപ്പോൾ ഇടുക്കിയിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. കല്ലാറുകുട്ടിയും പാമ്പളയും ലോവർ പെരിയാർ അടക്കമുള്ള 3 അണക്കെട്ടുകൾ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇടുക്കി അണക്കെട്ടിൽ കാര്യമായ ഒരു ജലത്തിന്റെ ഉയർച്ച ഉണ്ടായിട്ടില്ല. 47% മാത്രമാണ് ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഇടുക്കിയിൽ നിലനിൽക്കുന്നു. പലയിടത്തും മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെയെല്ലാം ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. രാത്രികാല യാത്രാ നിരോധനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചിന്നക്കനാൽ അടക്കമുള്ള മേഖലകളിലെ ആളുകൾ പൂപ്പാറ വഴി ചുറ്റി സഞ്ചരിച്ചാണ് മൂന്നാറിലേക്ക് എത്തേണ്ടത് എന്ന നിർദ്ദേശമാണ്. അതുവഴിയാണ് പോകുന്നതും. വാഹനങ്ങൾ പൂർണ്ണമായും കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതീവ ശ്രദ്ധ ചെലുത്തണമെന്ന നിർദ്ദേശം ദേവികുളം സബ് കളക്ടർ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ ഈ ഗ്യാപ് റോഡിലൂടെ സ്കൂൾ ബസ് കടത്തിക്കൊണ്ടു പോകുവാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് പോലീസ് തടയുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ജില്ലാ ഭരണകൂടം വീണ്ടും അടിയന്തരമായി ഇടപെട്ട് അവിടെ പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തുകയും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇടുക്കി മുമ്പോട്ട് പോകുന്നത്. ഇന്നും 2 വീടുകൾക്ക് നിർമ്മാണത്തിലിരുന്ന നെടുങ്കണ്ടത്തിന് സമീപം നിർമ്മാണത്തിലിരുന്ന ഒരു വീടിന് സമീപത്തേക്ക് മണ്ണിടിഞ്ഞു വീണ അപകടം ഉണ്ടായിട്ടുണ്ട്. മറ്റ് പലയിടത്തും ചെറുതും വലുതുമായിട്ടുള്ള ഗതാഗത തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നീക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ശക്തമായ കാറ്റിൽ നിരവധിയായിട്ടുള്ള വൈദ്യുത പോസ്റ്റുകൾ തകർന്നിരുന്നു. പലയിടത്തും വൈദ്യുത ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അത്ര കണ്ട് നാശനഷ്ടം KSEBക്കും ഈ മഴക്കാല മാധ്യമത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.